ലോകമെമ്പാടുമുള്ള തൊഴിലാളികളെ സംഘടിക്കുവിൻ. നഷ്ടപ്പെടുവാൻ നിങ്ങൾക്ക് യാതൊന്നുമില്ല, നേടുവാനോ ഒരു ലോകം ഉണ്ടുതാനും. 1848 മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ അന്നത്തെ തൊഴിലാളികളോട് ആഹ്വാനം ചെയ്ത ഏറ്റവും അർത്ഥപൂർണമായ മുദ്രാവാക്യമായിരുന്നു. ആ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് 1886 അമേരിക്കയിലെ ചിക്കാഗോയിൽ 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യവും, അന്ന് അതൊരു സ്വപ്നമായിരുന്നു, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന്റെ ഓർമ്മ പുതുക്കലാണ് മെയ് 1. ഇന്ന് 2026 മെയ് 1 എത്തി നിൽക്കുമ്പോൾ നമ്മൾ നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? നമ്മൾ ചർച്ച ചെയ്യുന്നു തോട്ട്സിലൂടെ. തൊഴിലാളി എന്നാൽ അടിമ സമാനമായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. മനുഷ്യനായി പോലും കണ്ടിരുന്നില്ല. ഒരു മനുഷ്യായുസ്സിലെ ഏറ്റവും നല്ല കാലം എന്ന് പറയുന്ന കാലഘട്ടം തൊഴിലിടങ്ങളിൽ യന്ത്രങ്ങൾക്കിടയിൽ ഒഴിക്കുന്ന എണ്ണയെ പോലെ ചതച്ചരയ്ക്കപ്പെടുന്ന ഒരു കാലഘട്ടം. ഒരു ദിവസത്തിലെ 16 മണിക്കൂർ മുതൽ 18 മണിക്കൂർ വരെ തൊഴിലിടത്തിൽ അടിമ സമാനമായി പണിയെടുക്കേണ്ട അവസ്ഥ. അവിടെ സ്ത്രീകളായാലും കുട്ടികളായാലും യുവാക്കളായാലും ഒന്ന് തന്നെയായിരുന്നു അവസ്ഥ. മുതലാളിത്തത്തിന്റെ ലാഭക്കുതിക്ക് മുന്നിൽ മനുഷ്യനെ മനുഷ്യനായി കാണാത്ത ഒരു സാഹചര്യത്തിൽ 1848 മാർക്സും എംഗൽസും തൊഴിലാളികളെ, ലോകമെമ്പാടുമുള്ള തൊഴിലാളികളെ സംഘടിക്കുവിൻ. നഷ്ടപ്പെടുവാൻ നിങ്ങൾക്ക് യാതൊന്നുമില്ല, കൈവിലങ്ങുകളല്ലാതെ, നേടുവാനോ ഒരു ലോകം ഉണ്ടുതാനും. ആ മുദ്രാവാക്യം ആ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമായ ഒരു മുദ്രാവാക്യമായിരുന്നു. ആ മുദ്രാവാക്യം തൊഴിലാളികൾ ഏറ്റെടുത്തു. അവർ സ്വപ്നം കാണാൻ തുടങ്ങി. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി 1886 ചിക്കാഗോയിൽ, അമേരിക്കയിലെ ചിക്കാഗോയിൽ തെരുവീഥികളിൽ തൊഴിലാളികൾ പണിമുടക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് സമരത്തിനിറങ്ങി. സമരം മെയ് 1 സമാധാനപൂർണമായിരുന്നു. തൊഴിലാളി സമരം വളരെ സമാധാനപരമായി മുന്നോട്ട് പോവുകയായിരുന്നു. മെയ് 3 മുതലാളിത്തം പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൊഴിലാളികളെ അടിച്ചമർത്താൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി മെയ് 3 സമരം അക്രമത്തിലേക്ക് കലാശിക്കപ്പെട്ടു. ഒട്ടേറെ തൊഴിലാളികൾ മരണപ്പെടുകയും ചെയ്തു. മെയ് 4 അമേരിക്കയിലെ ഹേമാർക്കറ്റിൽ ചേർന്ന പൊതുയോഗത്തിൽ, വളരെ സമാധാനപരമായി ചേർന്ന പൊതുയോഗത്തിൽ യാതൊരു കാരണവും കൂടാതെ പോലീസ് ആക്രമണം അഴിച്ചുവിട്ടു. ആ അക്രമത്തിനിടയിലേക്ക് ആരോ എറിഞ്ഞ ബോംബ് പൊട്ടിത്തെറിച്ചു. ഒട്ടേറെ തൊഴിലാളികളും ചില പോലീസുകാരും അതിൽ മരണപ്പെട്ടു. ആ സമരത്തിന്റെ പങ്കെടുത്ത 4 തൊഴിലാളികളെ തൂക്കിലേറ്റപ്പെട്ടു. അന്ന് നേടിയെടുത്ത, അന്ന് വെറും സ്വപ്നമായിരുന്ന 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നുള്ളത് യാഥാർത്ഥ്യമാക്കിയതിന്റെ ഓർമ്മ പുതുക്കലാണ് 100ഓളം വരുന്ന രാജ്യങ്ങളിൽ മെയ് 1 തൊഴിലാളികളുടെ ദിനമായി ആചരിക്കുന്നത്. ഒട്ടേറെ സമര പോരാട്ടങ്ങളുടെ ഭാഗമായാണ് തൊഴിലാളികൾക്ക് 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നതിനേക്കാൾ ഉപരി ഒട്ടേറെ അവകാശങ്ങൾ നേടിയെടുക്കാൻ തുടർന്ന് സാധിച്ചത്. 1917 സോവിയറ്റ് യൂണിയന്റെ വരവോടുകൂടി ലോകമെമ്പാടും തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം രൂപം കൊള്ളുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് ഭരണകൂടം മാറുകയും അത് തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ലോകത്ത് എല്ലാ വർഷവും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകളിലൂടെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളും എടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ലോകത്തെ ഈ സാഹചര്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നതിന് അന്നത്തെ ഭരണകൂടം കൂടി നിർബന്ധിതമാവുകയാണ് ഉണ്ടായത്. എല്ലാ വർഷവും ഇന്ത്യയിൽ ഇത്തരം കോൺക്ലേവുകൾ നടത്തുകയും തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ILO-യിലെ പ്രഥമ മെമ്പർഷിപ്പുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. എല്ലാ വർഷവും ആ സംഘടിപ്പിക്കുന്ന കോൺക്ലേവിൽ പങ്കെടുത്തിരുന്നു. അവിടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
നിലപാടുകളും എടുത്തിരുന്നു. 2026 മെയ് 1 എത്തി നിൽക്കുമ്പോൾ ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികളുടെയും ഇന്ത്യയിൽ പ്രത്യേകിച്ചും അവസ്ഥ വളരെ ദയനീയമായി കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളെ അടിമകളായി കാണുന്ന സാഹചര്യത്തിലേക്ക് ഭരണകൂടം മാറിയിരിക്കുന്നു. സാമ്രാജ്യത്വ മുതലാളിത്ത ഭരണകൂടങ്ങൾ ഇത്തരത്തിൽ തൊഴിലാളി വിരുദ്ധമായ നിലപാടുകൾ, തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ആക്രമണ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്രാജ്യത്വം അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ യുദ്ധത്തിന്റെ ഭാഗമായി, ഊർജ പ്രതിസന്ധിയുടെ ഭാഗമായി തൊഴിലാളികളുടെ ദൈനംദിന ചെലവ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. യുദ്ധപ്രതിസന്ധിക്ക് പുറമെ ഇന്ത്യയിലെ ഭരണകൂടം നടപ്പാക്കുന്ന 29 തൊഴിൽ നിയമങ്ങളെ 4 തൊഴിൽ നിയമങ്ങളായി ചുരുക്കിക്കൊണ്ട് ഇന്ത്യയിലെ തൊഴിലാളികളെ അടിമകളാക്കുന്ന തരത്തിലേക്കുള്ള നിയമനിർമ്മാണം നിലവിൽ വന്നിരിക്കുകയാണ്. ഇത് തൊഴിലാളികളെ സംഘടിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ കൂട്ടമായി ആവശ്യപ്പെടുന്നതിനുമുള്ള സാഹചര്യം ഇല്ലാതാക്കിയിരിക്കുന്നു. അവർ നേടിയെടുത്ത പല ആനുകൂല്യങ്ങളും ESI പ്രൊവിഡന്റ് ഫണ്ട് പോലെയുള്ള ആനുകൂല്യങ്ങൾ അടക്കം ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. തൊഴിലാളികളെ സംഘടിക്കാനുള്ള സാഹചര്യം, സമരം ചെയ്യാനുള്ള അവസ്ഥ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കോർപ്പറേറ്റുകൾക്ക് പരമാവധി ലാഭം ഉണ്ടാക്കുന്നതിനു വേണ്ടി പരമാവധി സഹായം ചെയ്യുന്ന തരത്തിൽ ഇന്ത്യയിലെ ഭരണകൂടം തൊഴിലാളി വിരുദ്ധമായ നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. രാജ്യതലസ്ഥാനത്തിന്റെ ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിൽ തൊഴിലാളികൾ സമരത്തിലാണ്. അവരുടെ പ്രതിമാസ വരുമാനം 13,000 രൂപ. ഒരു ദിവസം 13 മുതൽ 14 മണിക്കൂർ വരെ തൊഴിലെടുക്കേണ്ട അവസ്ഥ. അടിമ സമാനമായ സാഹചര്യത്തിൽ തൊഴിൽ ചെയ്ത് അവർക്ക് അതിനനുസൃതമായ വരുമാനം പോലും ഇല്ലാത്ത സാഹചര്യം. കോർപ്പറേറ്റുകൾക്ക് അവരുടെ മൂലധനത്തിൽ പരമാവധി ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങൾ, തൊഴിലാളികളെ അടിമകളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അവർക്ക് സംഘടിക്കുന്നതിനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തി ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് 2026 മെയ് 1 കടന്നു പോകുന്നത് എന്നുള്ള വസ്തുത കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. തൊഴിലാളികൾ സമരത്തിലാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികൾ ഈ പുതിയ കാലഘട്ടത്തിലെ അതിജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. തൊഴിലാളികളെ യന്ത്രത്തിൽ ഒഴിക്കുന്ന എണ്ണകൾക്ക് സമാനമായി, അടിമ സമാനമായി തൊഴിലെടുപ്പിച്ചുകൊണ്ട് ലാഭം കൊയ്യുന്നതിനു വേണ്ടി മുതലാളിത്ത കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് നിലനിൽക്കുന്നത്. ആ ഭരണകൂടത്തിന്റെ ഇത്തരം നിലപാടുകൾക്കെതിരായി സമര പോരാട്ടങ്ങൾക്ക് ഇറങ്ങിക്കൊണ്ടുവേണം മെയ് 1 തൊഴിലാളികൾ ഒത്തുചേരേണ്ടത് എന്ന്